ഹലോ, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ മഴയൊക്കെ എങ്ങനെയുണ്ട്? ഞങ്ങളുടെ ഇവിടെയും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ എടുക്കുമ്പോൾ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് രാത്രിക്കുള്ള വിഭവങ്ങളിലേക്ക് കിടക്കുന്ന പ്രത്യേകിച്ച് വിഭവങ്ങളൊന്നും ഇല്ല. ഇന്ന് മഴ പെയ്ത കാരണം ചോറുണ്ണാൻ വലിയ മൂടില്ല. അപ്പോൾ നമുക്കിന്ന് ചപ്പാത്തിയിൽ ഒതുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള കറി റെഡിയാക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ അരിഞ്ഞെടുക്കാം. ഇനി നല്ലോണം അതൊന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് സബോളയും ഇഞ്ചിയും പച്ചമുളകും പിന്നെ അതിലേക്ക് വേറെ വിഭവങ്ങളൊന്നും പ്രത്യേകിച്ച് ഇടണില്ല, അത്ര തന്നെ ഉള്ളൂ. അതൊക്കെ ഇട്ട് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്കതൊന്ന് 2 വിസിൽ വരണ വരെ ഒന്നും മൂടി വെച്ച് വേവിക്കാം. ഇനി ചപ്പാത്തിയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ചപ്പാത്തിയിൽ മാവിൽ ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ഇട്ട് നല്ലോണം കുഴച്ച് വെച്ചു. ഇനി നല്ലോണം കുഴക്കേണ്ട, നല്ലോണം കുഴച്ചാലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നല്ലോണം അത് കുഴച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും കുറേ കുഴച്ചെടുത്തു. എന്നിട്ട് നമുക്കതൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഇനി മുറിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങളാകെ 3 പേരാണുള്ളത്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അധികം ആവശ്യമില്ല. പിന്നെ മോളത് കഴിക്കുന്നില്ല, ഞങ്ങൾക്ക് 2 പേർക്കുള്ളത് മതി. അപ്പോൾ നമുക്കതിനി ചെറിയ ഉരുളകളായിട്ട് കുഴച്ച് വയ്ക്കാം. അപ്പോൾ പിന്നെ ഇതിൽ ഞാൻ പരത്തണതൊന്നും എടുത്തിട്ടില്ല. കുഴച്ച് നേരെ പിന്നെ ചുടണതൊക്കെയാണ് നേരെ കിടക്കണത്. അതൊക്കെ എടുക്കാൻ നമുക്ക് ഒരുപാട് ലോങ് ആവും. അപ്പോൾ ഞാൻ പിന്നെ പരത്തണതൊന്നും എടുക്കാൻ നിന്നില്ല. അപ്പോൾ നമുക്കിത് വേഗം ചുട്ടെടുക്കാം. അപ്പം ഞാനിങ്ങനെ 2 സൈഡും ഒന്ന് വേവിച്ചിട്ട് നേരെ സ്റ്റൗവിലേക്ക് ഇടാണ് ചെയ്യുക. അപ്പോൾ എനിക്കൊന്നും കൂടി സോഫ്റ്റായിട്ട് കിട്ടണ പോലെ തോന്നാറുണ്ട്. നിങ്ങളിങ്ങനെയാണോ ചെയ്യാറ്? ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. 2 ഭാഗം വെറുതെ നമ്മൾ മറിച്ചിടണേക്കാൾ നല്ലത് ഒന്നും കൂടി ഇതിലിടുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാറുണ്ട്. ഞാനിങ്ങനെയാണ് കുറേ നാളായിട്ട് ചെയ്യാറ്. എൻ്റെ അമ്മയാണ് പറഞ്ഞു തന്നത് ഈ ട്രിക്ക്. ഞാനിങ്ങനെയാണ് ചെയ്യാറ് കുറേ നാളായിട്ട്. അപ്പോൾ എൻ്റെ ഒരെണ്ണം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. അപ്പം ഇനി ബാക്കിയൊക്കെ വേഗം ചുട്ടെടുക്കട്ടെ. അപ്പം നമുക്ക് കറിയിലേക്ക് ഇനി കടുക് തളിക്കാം. പാത്രം വെച്ചു, എല്ലാം ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് കടുകിടാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. ഒരുപാട് അതിൽ വേറെ മസാലകളും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ കറിയാണല്ലേ, ഏറ്റവും എളുപ്പത്തിൽ ചപ്പാത്തിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. ഇതിൽ കൂടുതലൊന്നും ചേർക്കും വേണ്ട, ഇത്ര തന്നെ അതിൻ്റെ ആവശ്യമുള്ളൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയും കറിയൊക്കെ റെഡിയായി. ഞങ്ങൾ കഴിക്കട്ടെ. ബായ്.